രാധാകൃഷ്ണൻ നമ്പ്യാർ, ഇപ്പോൾ സർക്കാർ നിങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പോകുന്നത് ശ്രീ രാധാകൃഷ്ണൻ നമ്പ്യാർ? സർ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾ പറയുന്നത് കേട്ടു. ഈ ഗുരുപൂജ നിങ്ങൾ മതപരമായ ചടങ്ങാണോ മതേതരമായിട്ടുള്ള ചടങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ തികച്ചും മതേതരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം ബന്തെടുക്ക സരസ്വതി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ്. ഈ 27ഓളം അധ്യാപകർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പരിശോധിക്കാം. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും ഉണ്ടായിരുന്നു എന്നുള്ളത്. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഈ സമയത്ത് നമുക്ക് വിദ്യാലയത്തെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനവുമാണ് മാത്രമാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവരോട് ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത്, ഇതേ വിദ്യാലയത്തിൽ ഈ കഴിഞ്ഞ 2014 വർഷത്തിൽ 2014 ഇവർ വിശ്വസിക്കുന്ന ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതാവ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നിട്ടുള്ള ഒരു വ്യക്തി, ഒരു അധ്യാപകൻ കൂടിയായിരുന്നു, റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം പോലും ഈ പരിപാടിയിൽ, ഈ വിദ്യാലയത്തിൽ ഇതേ ഈ ഗുരുപൂജാ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതേ ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന അതേപോലുള്ള ചടങ്ങുകളായിരുന്നു അന്ന് നടന്നിരുന്നത്. എങ്കിൽ അദ്ദേഹം തീർച്ചയായും ഇതിനെതിർക്കുന്ന അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതിയോട് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് എങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ പരിപാടിയിൽ സംബന്ധിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അഥവാ ആ സംബന്ധിച്ചിരുന്നെങ്കിൽ ഇതല്ല, ഈ പരിപാടി ഈ രീതിയിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പോലും അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ നേരെ മറിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പരിപാടി കണ്ടതും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി അത് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയത്. അടുത്ത വർഷവും നിങ്ങൾ ഇതേ പരിപാടി തുടരാനാണോ തീരുമാനം? ഇല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും എല്ലാ വർഷവും ഈ സ്കൂളിൽ ഈ പരിപാടി, കാരണം ഭാരതീയ വിദ്യാനികേതൻ ഒരു അധ്യയന വർഷത്തിൽ കൃത്യമായി തന്നെ നമുക്കൊരു ചാർട്ട് അഥവാ ഒരു കലണ്ടർ തയ്യാറാക്കി തരുന്നുണ്ട്. ഇന്ന മാസം ഇന്ന പരിപാടി, ഇങ്ങനെ ഓരോ കാര്യക്രമങ്ങൾ ചെയ്യണമെന്നുള്ളത്. അതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഇതുവരെയായും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനി അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യം ഇനി അടുത്ത പറയാം, അനുഗ്രഹം വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുന്നതല്ലേ കുറച്ചുകൂടി ഒരു വിദ്യാർത്ഥികളുടെ ഒരു അന്തസ്സിനുള്ള ഒരു മാന്യത? രാധാകൃഷ്ണൻ നമ്പ്യാർ, അല്ല, മാന്യത അത് നേരത്തെ നിങ്ങൾ പറയുന്നത് കേട്ടു. ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നത് കേട്ടു. തീർച്ചയായും അതെ, കുട്ടികൾക്കോ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ അത് താല്പര്യമല്ല, അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അന്ന് അതിനനുസരിച്ച് തീർച്ചയായും ആ സമയത്ത് നമ്മൾ അതിന് വേണ്ട രീതിയിലേക്ക് ആലോചിച്ച് കാര്യങ്ങൾ നീക്കും. ശരി, താങ്ക് യു രാധാകൃഷ്ണൻ നമ്പ്യാർ. Debate with Dr. Arun Kumar.